സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം മറ്റൊരു ചരിത്ര നേട്ടത്തിന് ഒരുങ്ങുകയാണ്. കേരളത്തിലെ 1064 ഗ്രാമങ്ങൾ ഐടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഗ്രാമങ്ങളായി മാറുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെയും കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെയും കോഴിക്കോട്ടെ സൈബർ പാർക്കിന്റെയും എല്ലാം ഒരു മിനിയേച്ചർ രൂപമായി കേരളത്തിലെ 1064 ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ മാറും. ടാൽറോപ്പാണ് രാജ്യത്ത് മാത്രമല്ല ഒരുപക്ഷെ ലോകത്ത് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളുള്ള ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നത്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും മിനി IT പാർക്കിന് സമാനമായ ടെക്നോളജി ഹബ്ബുകൾ. ഓരോ ഹബ്ബിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ IT എഞ്ചിനീയർമാരും ടെക് എക്സ്പേർട്സുകളും അവരോടൊപ്പം ഹബ്ബുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ജൂനിയർ എഞ്ചിനീയർമാർ. സ്കൂൾ കോളേജ് പഠന സമയത്തിന് ശേഷം ടെക് ലോകത്തെ കൗതുകങ്ങളെ കണ്ടും അനുഭവിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം വാമനപുരം നിയോജക മണ്ഡലത്തിലെ ടാൽറോപ്പിന്റെ രണ്ടാമത്തെ ഹബ്ബായ കല്ലർ ഹബ്ബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കേരളത്തിന്റെ യുവത്വം ഇവിടെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് കേരളം എന്ന സൊല്യൂഷനെ അവതരിപ്പിക്കുന്നതിനുള്ള തീവ്ര യജ്ഞത്തിലാണ്. ഏറ്റവും നൂതന ടെക്നോളജിയെ കുറിച്ച് ഇവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. ഈ ഗ്രാമത്തെ സമ്പൂർണ്ണ IT സാക്ഷരത നേടിയ ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. പുതിയ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. ടാൽറോപ്പ് കേരളത്തിൽ സ്ഥാപിക്കുന്ന 1064 IT ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളിൽ വാമനപുരം നിയോജക മണ്ഡലത്തിലെ ആദ്യ ഹബ് തിരുവനന്തപുരം പെരിങ്ങമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഹബ്ബാണ് കല്ലറയിലുള്ള ഈ ഹബ്. പൂർണ്ണമായും ടെക്നോളജിയാൽ നിയന്ത്രിതമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തേക്ക് മുൻപേ നടക്കുകയാണ് കേരളം. അതായത് എന്നും എപ്പോഴും വേഗത്തിൽ നടക്കുന്ന കേരളം ടെക്നോളജിയുടെ കാര്യത്തിലും വേഗത്തിൽ മുന്നേറുകയാണ്. ടാൽറോപ്പ് രണ്ടാമത്തെ ഹബ്ബാണ് കല്ലറ ആരംഭിച്ചിരിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിൽ പെരിങ്ങമല ആരംഭിച്ചു. അത് വിജയകരമായി പ്രവർത്തനം നടത്തി വരികയാണ്. ഇവിടെ പുതിയ തലമുറയും വളർത്തിക്കൊണ്ടുവരുന്നതിലും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ സാധ്യതകളെ വിനിയോഗിക്കുന്നതിനും നാടിന് പ്രയോജനകരമായ ഒട്ടേറെ പ്രോജക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിനുമൊക്കെ ഈ ഹബ്ബിലൂടെ സാധിക്കുമെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ നാടിന് പ്രയോജനപ്പെടുന്ന ഒന്നായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ടാൽറോപ്പ് എന്തിനീയൊരു ദൗത്യം ഏറ്റെടുത്തു എന്ന് നോക്കാം. കേരളത്തിൽ അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും തുടക്കമിടുന്നതിന് ആയിരക്കണക്കിന് കോടി വാർഷിക ടേൺ ഓവറുള്ള ആയിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന ഗൂഗിളും മെറ്റയും ടെസ്ലയും ആപ്പിളും പോലെയുള്ള ഒരു ആഗോള കമ്പനി കേരളത്തിൽ വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 9 വർഷമായി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും UAE ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലും ഓഫീസുകളുള്ള കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് എന്ന ഗ്രാമത്തിൽ നിന്നും വളർന്നു വന്ന ടെക് കമ്പനിയാണ് ടാൽറോപ്പ്. ടാൽറോപ്പിന് കേരളത്തിൽ നിന്നുള്ള ആഗോള കമ്പനി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര വലിയ മാനുഷിക വിഭവശേഷി ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. ഇവിടുത്തെ കഴിവുള്ള യുവത്വം തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാനും പോയവർ തിരികെ വരാനുമുള്ള സാഹചര്യം ഇവിടെ സജ്ജമാക്കേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും ടെക്നോളജിയിൽ സൊല്യൂഷൻ കാണുന്നതിന് കേരള ജനത IT സാക്ഷരത കൈവരിക്കേണ്ടതുണ്ട്. അതായത് ഇതെല്ലാം ഉൾപ്പെടുന്നൊരു ആവാസ വ്യവസ്ഥ ഇക്കോസിസ്റ്റം കേരളത്തിൽ ഒരുക്കിയെടുക്കുകയാണ് ടാൽറോപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇക്കോസിസ്റ്റം ഒരുക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ വരുന്ന സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടാൽറോപ്പിന്റെ 1064 ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളിലൂടെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ക്യാമ്പസിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്കീസ് പാർക്കിലൂടെ ഇവിടെ ആരംഭിക്കുന്ന നൂറുകണക്കിന് സംരംഭങ്ങളിലൂടെ അത്ര തന്നെ ബിസിനസ്സുകളിലൂടെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലുകളിലൂടെ അങ്ങനെ അനവധി മാറ്റങ്ങളിലൂടെ കേരളവും മാറും. ടെക്നോളജി നിയന്ത്രിക്കുന്ന ലോകത്തിലേക്ക് ഒരു പടി മുന്നിലായി. IT, എഡ്യൂക്കേഷൻ, സ്റ്റാർട്ടപ്പ്, ടൂറിസം, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ഓരോന്നിനും അനുയോജ്യമായ ഇക്കോസിസ്റ്റമാണ് ടാൽറോപ്പ് കേരളത്തിൽ നിർമ്മിച്ചെടുക്കുന്നത്. ആവശ്യമായ എഡ്യൂക്കേഷൻ മോഡൽ, വളർന്നു വരാൻ സാധ്യതയുള്ള സംരംഭങ്ങൾ, അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നൂതന ടെക്നോളജി, സൃഷ്ടിക്കാൻ കഴിയുന്ന അനവധി തൊഴിലവസരങ്ങൾ എന്നിവയിൽ ഫോക്കസ് ചെയ്താണ് ഓരോ ഇക്കോസിസ്റ്റവും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുമാത്രമല്ല പൂർണ്ണമായും കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലുള്ളതായിരിക്കും ഓരോ ഇക്കോസിസ്റ്റവും. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഇക്കോസിസ്റ്റങ്ങളിലൂടെ ടെക്നോളജിയുടെയും സംരംഭങ്ങളുടെയും ആസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്നതാണ് ടാൽറോപ്പ് മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക ദൗത്യം. ഈ ദൗത്യത്തെ മുന്നോട്ട് നയിക്കുന്ന അനവധി ഘടകങ്ങളിൽ ഒന്നാണ് ടാൽറോപ്പ് ഹബ്ബുകൾ. 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമാണ് സംസ്ഥാനത്ത്
1064 കേന്ദ്രങ്ങളിൽ ടാൽറോപ്പിന്റെ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ നിലവിൽ വരുന്നത്. ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ആമസോണും ഒന്നും നമ്മുടെ സ്വപ്നങ്ങളല്ല, അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്ങനെ അത് യാഥാർത്ഥ്യമാക്കാം? ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു 22-23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾ ഇനി ഇവിടെ വലിയൊരു ഗൂഗിൾ പോലൊരു കമ്പനി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കാര്യം എങ്ങനെയെങ്കിലും ഒരു ജോബ് അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തുക, ഇത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. പലപ്പോഴും ഇത് അവരുടെ ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് കൊണ്ട് അവർക്കൊരു ജോബിലേക്ക് പോലും എത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ, മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ, മെറ്റ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു 10 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അഗ്രസീവായി ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചിന്തിപ്പിച്ചാലോ, ഇതൊക്കെ ഇമാജിനേറ്റ് ചെയ്യിപ്പിച്ചാലോ, ഇതൊക്കെ നമ്മളവരെ വിശ്വസിപ്പിച്ചാലോ, ഇതെങ്ങനെ ചെയ്യാമെന്ന് അവരെ പഠിപ്പിച്ചാലോ, അവർക്ക് ആ വിശ്വാസവും ആ പഠനവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും യാഥാർത്ഥ്യമാകും. ഒരു 5 വർഷങ്ങൾക്കപ്പുറം, ഒരു 10 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ആഗോള ബ്രാൻഡുകൾ കാണാൻ കഴിയും. ഇതാണ് ടാൽറോപ്പിൻ്റെ ഹബ്ബിലൂടെ ടാൽറോപ്പ് ഒന്നാമതായിട്ട് ലക്ഷ്യം വെക്കുന്നത്. ഫ്യൂച്ചർ മാൻ പവറിനെ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കണ്ടെത്തുക, നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഒക്കെ ഭയങ്കര ലെവലിലേക്ക് വളരണം, ഭയങ്കര ഹൈലി സ്കെയിലബിൾ ആയിട്ട് വളരണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലോട്ട് ഒരുക്കണം. നമുക്ക് അതിനെന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ എക്സ്പോഷറും എങ്ങനെ അവർക്കിത് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെ വലിയ സ്റ്റാർട്ടപ്പുകൾ, ഇപ്പം ആമസോൺ പോലെ ഫേസ്ബുക്ക് പോലെ വലിയൊരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിൻ്റെ ഒരു ലേണിംഗ് അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ കിട്ടണം, അതിനൊരു എക്സ്പോഷർ കിട്ടണം. ഇതാണ് ടാൽറോപ്പിൻ്റെ ഹബ്ബ് രണ്ടാമതായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ലിറ്ററസിയുള്ള, സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ഒരു ഗ്രാമമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൺസ്യൂമേഴ്സ് ഉണ്ടാകും. ടെക്നോളജി സ്റ്റാർട്ടപ്പുകളൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുന്ന എന്ത് പുതിയ പരീക്ഷണങ്ങൾ വരുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ സിലിക്കൺ വാലിയിലൊക്കെ പുതിയൊരു സ്റ്റാർട്ടപ്പ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നൊരു സ്റ്റാർട്ടപ്പ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏതൊരു സ്റ്റാർട്ടപ്പ് വന്നാലും അത് ഗ്രാമങ്ങളിലേക്ക് എത്തണം. ഇപ്പോൾ സിലിക്കൺ വാലിയിൽ ഒരു സ്റ്റാർട്ടപ്പ് വന്നാൽ ആദ്യം അത് സിലിക്കൺ വാലി എത്തുകയും പിന്നെ അത് കാലിഫോർണിയ സ്റ്റേറ്റ് മുഴുവൻ എത്തുകയും പിന്നെ അമേരിക്കയിൽ എത്തുകയും പിന്നെ ലോകം മുഴുവൻ എത്തുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ കേരളത്തിലൊരു ഗ്രാമത്തിലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായാൽ അത് മറ്റു ഗ്രാമങ്ങളിലേക്കെല്ലാം എത്തണം. ഇപ്പോൾ നമ്മുടെ 941 പഞ്ചായത്തിലും 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനിലൊക്കെ അത് എത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് കേരളം മുഴുവനായി ടാൽറോപ്പിൻ്റെ 1064 ഹബ്ബുകൾ നിലവിൽ വരുന്നത്. കേരളത്തിൽ എന്താണ് വലിയ ഫാക്ടറികളില്ലാത്തത്, വലിയ വ്യവസായശാലകളില്ലാത്തത് എന്നിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. വൻകിട ഫാക്ടറികൾ, വ്യവസായശാലകൾ തുടങ്ങിയ വലിയ വ്യവസായ ലോകം സൃഷ്ടിച്ചെടുക്കുന്നതിനും ഭൗമശാസ്ത്രപരമായും മറ്റ് അനുകൂല സാഹചര്യമല്ല കേരളത്തിലുള്ളത്. എന്നാൽ ആഗോള നിലവാരത്തിലുള്ള IT പ്രൊജക്ടുകൾക്ക് എന്തുകൊണ്ടും അനുകൂല ഘടകങ്ങളാണ് കേരളത്തിലുള്ളത്. ഗ്രാമങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് ഫെസിലിറ്റി, സാക്ഷരരായ ജനത, ടാലന്റ് മാൻ പവർ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. സ്കൂൾ പഠനകാലത്ത് ടാൽറോപ്പിന്റെ വിവിധ എഡ്യു പ്രൊജക്ടുകളുടെ ഭാഗമായി ലോകത്തെ ഏറ്റവും ഇന്നോവേറ്റീവ് ടെക്നോളജി അനുഭവിച്ചറിഞ്ഞു വളരുന്ന കല്ലറ ഹബ്ബിലെ ന്യൂജൻ ടീമിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് നാളത്തെ ക്രിയേറ്റർമാർക്കിടയിൽ. ഇവിടെ സ്കൂൾ പഠന സമയത്തിന് ശേഷം ഹബ്ബുകളിലെത്തി ടെക്നോളജിയിൽ പ്രാവീണ്യം നേടുന്ന വിദ്യാർത്ഥികളുണ്ട്. കോളേജ് പഠനത്തിന് ശേഷം ടെക്നോളജി കരിയറായി തിരഞ്ഞെടുത്ത് റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ പഠിക്കുന്നവരുമുണ്ട്. ടെക് സയന്റിസ്റ്റുകളാവുന്നതിനുള്ള കരുത്തുറ്റ ഫൗണ്ടേഷൻ ഒരുക്കുന്നവരുമുണ്ട്. ഒപ്പം വിവാഹത്തിലൂടെ മുടങ്ങിയ കരിയർ സ്വപ്നം ടെക്നോളജി പഠിച്ച് പിന്തുടരുന്നവരുമുണ്ട്. ടെക്നോളജി പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരുമുണ്ട്. ഇവിടെ കല്ലറ ഹബ്ബിൽ തമിഴ്നാട്ടുകാരായ നിരവധി വിദ്യാർത്ഥികളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസും നേടാൻ കഴിയുന്ന ഫിനിഷിംഗ് സ്കൂൾ എന്ന രീതിയിൽ ടാൽറോപ്പ് ഹബ്ബിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡിന്, അതായത് ഗോഡ്സ് ഓൺ കൺട്രിയിൽ പോയി പഠിക്കാം അഥവാ കേരളത്തിൽ പോയി പഠിക്കാം എന്നൊരു ട്രെൻഡിന് കൂടി ടാൽറോപ്പിന്റെ ஹப்புகள் തുടക്കമിടുകയാണ്. ஐடி ஆப்பர்ச்சுனிட்டிஸ் அங்கேயோட இங்கே நிறைய இது இருக்குது. இங்கே வந்ததுக்கப்புறம் தான் எங்களுக்கே தெரியுது ஐடி ஜாப்ஸ்னால் என்னென்ன பிரான்ச்சஸ் இருக்குது, என்ன ஏதுன்ட்டு. எங்களுக்கு அங்கே இருக்கும்போது கூட இந்த மாதிரி ஐடியா இல்லை. இந்த கம்பெனி வந்ததுக்கப்புறம் தான் எங்களுக்கு இந்த அளவுக்கு ஐடியாவே இருக்குது. கம்பேர்ட் டு தமிழ்நாடு இங்கே ஜாப் ஆப்பர்ச்சுனிட்டிஸ் ஐடி ஃபீல்ட்லாம் நிறையவே இன்னும் க்ரோத் அதிகமாகவே இருக்குது. ഇനി ഇവിടേക്ക് വന്നാൽ ലേറ്റസ്റ്റ് ടെക്നോളജിയെ ചോദിച്ചറിയുന്ന, പരിശീലനം നേടുന്ന ചെറുകിട സംരംഭകരെ ഇവിടെ കാണാം. തന്റെ സംരംഭക ആശയത്തിന് വിത്തും വളവും നൽകി പരിപോഷിപ്പിക്കുന്ന ന്യൂജൻ സംരംഭകരുണ്ട്. ടെക് ഡ്രിവൻ വേൾഡിലേക്ക് തങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തരാക്കുന്നതിന് ട്രെയിനിങ് നേടുന്ന, തങ്ങളുടെ എക്സ്പീരിയൻസ് പുതുതലമുറയ്ക്കായി പങ്കുവെക്കുന്ന അധ്യാപകരുണ്ട്. സ്ഥിര വരുമാനം അന്വേഷിച്ചെത്തുന്ന നാട്ടിലെ സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്.
ചുരുക്കത്തിൽ സമൂഹം ഒന്നാകെയുണ്ട്. കേരളത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന 1064 ഹബ്ബുകളിലും ഇത് തന്നെയാണ് നടക്കുക. കേരളത്തെ ക്രിയേറ്റർ സ്റ്റേറ്റായി മാറ്റുന്നതിന്, ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുന്നതിന് നമ്മുടെ നാട് അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഹബ്ബുകളിലൂടെ. അനവധി ഇൻഡസ്ട്രികളിലായി നിരവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർന്നു വരുന്നതിനാവശ്യമായ അന്തരീക്ഷം ഒരുക്കുന്ന ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഇക്കോസിസ്റ്റത്തിലേക്ക് ഭൗമശാസ്ത്രപരമായി ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുക എന്നതാണ് ടാൽറോപ്പ് ഈ ഹബ്ബുകൾ കൊണ്ട് ഏറ്റവും ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ടാൽറോപ്പിന്റെ ഓരോ ഇക്കോസിസ്റ്റത്തിനകത്തും ഒരുപാട് സംരംഭങ്ങളും ബിസിനസ്സുകളും രൂപം കൊണ്ടുവരികയാണ്. അത്തരത്തിൽ നിലവിലുള്ളതും ഇനി തുടക്കമിടാനുള്ളതുമായ മുഴുവൻ സംരംഭങ്ങളുടെയും സർവീസുകളും പ്രൊഡക്റ്റുകളും ഓരോരുത്തരുടെയും വീട്ടുപടിക്കലെത്തിക്കുന്നതിൽ 1064 ഹബ്ബുകൾ മുഖ്യ പങ്ക് വഹിക്കും. ഒപ്പം കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും ഉയർന്നു വന്നൊരു സ്റ്റാർട്ടപ്പിന് കേരളമൊട്ടാകെ, രാജ്യമൊട്ടാകെ, പിന്നീട് ലോക മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴിയൊരുക്കുന്നു. ലോകത്തിലെ 193 രാജ്യങ്ങളിലെ IT സർവീസുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനും ഈ രാജ്യങ്ങളെ കേരളത്തിന്റെ മാർക്കറ്റാക്കി മാറ്റുന്നതും ഉൾപ്പെടെ ടെക്നോളജി നിയന്ത്രിതമായ ലോകത്തിലെ എല്ലാ അവസരങ്ങളും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉപയോഗപ്പെടുത്തുന്നതിന് ഈ ഹബ്ബുകളിലൂടെ സാധ്യമാകും. കേരളത്തിന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാധ്യതകൾ പലപ്പോഴും നമുക്ക് കാണാതെ പോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ 365 ദിവസവും സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഗോഡ്സ് ഓൺ കൺട്രിയിലാണ് നമ്മൾ. പലപ്പോഴും നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എഡ്യൂക്കേഷനിലും IT-യിലും സ്റ്റാർട്ടപ്പിലും ടൂറിസത്തിലും ഹെൽത്ത് കെയറും ഇങ്ങനെ പല എക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്താൽ, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഒരു എക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് നമ്മൾ. അതായത് ജപ്പാനിലെ ടീച്ചേഴ്സിന് ഇവിടെ പഠിപ്പിക്കാൻ വരും. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പം 44 ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും 46 ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും ഇന്ത്യ പോലെ 103 ഡെവലപ്പിംഗ് കൺട്രീസും വേൾഡ് 193 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ സ്റ്റുഡൻസിന് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഫിനിഷിംഗ് സ്കൂളുകൾ വർക്ക്ഔട്ട് ചെയ്യാം. ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ഇന്റേൺഷിപ്പ് ഇൻ ഗോഡ്സ് ഓൺ കൺട്രി, പ്ലേസ്മെന്റ്സ് ഇൻ തമിഴ്നാട്, ഇങ്ങനൊരു ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ നമ്മുടെ കേരളത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പതിയെ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ, നമ്മുടെ കോളേജസിൽ ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലും നമ്മുടെ സീറ്റ് വേക്കൻസീസ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയും. പതിയെ നമുക്ക് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിനെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ നമുക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അട്രാക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പതിയെ അവരുടെ പാരൻസ് ഇവിടെ വന്നു തുടങ്ങും. പതിയെ അവരുടെ റിലേറ്റീവ്സും പല ഫ്രണ്ട്സും ഒക്കെ ഇവിടെ വന്നു തുടങ്ങും. നമുക്ക് അതിലൂടെ ടൂറിസം നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ മറ്റു രാജ്യങ്ങൾ നോക്കിയൊക്കെ ഇപ്പോൾ UAE ദുബായിലൊക്കെ നമുക്ക് നമ്മളെല്ലാവരും അവിടെ വരുന്നത് കൊണ്ടാണ് അവിടുത്തെ എക്കോണമി ഡെവലപ്പ് ആകുന്നത്, അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ എല്ലാവരും നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരണം, കേരളത്തിലേക്ക് വരണം. വരുമ്പോൾ സ്വാഭാവികമായി എക്കോണമിയിൽ വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. അത് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, ടൂറിസത്തിൽ മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെ കൃത്യമായി ടാപ്പ് ചെയ്യാനാണ് ടാൽറോപ്പിൻ്റെ ഓരോ ഹബ്ബുകളും ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ അതാത് ഗ്രാമങ്ങളിൽ തന്നെ ഉയർന്ന വേതനം ലഭിക്കുന്ന അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നു. റിയൽ എഞ്ചിനീയർമാർക്കൊപ്പം എക്സ്പേർട്സുകൾക്കൊപ്പം ഇരുന്ന് റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ ഏറ്റവും ഇന്നവേറ്റീവ് ടെക്നോളജി പഠിക്കാൻ സ്വന്തം നാട്ടിൽ തന്നെ അവസരം ലഭിക്കുന്നു. ടെക് ഡ്രിവൻ വേൾഡിലേക്ക് സജ്ജമാക്കുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടെക്നോളജിയിൽ മികച്ച ഫൗണ്ടേഷൻ ഒരുക്കുന്നതിനും ഹബ്ബുകളിലൂടെ കഴിയുന്നു. IT ജോബുകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്ക് അതേ ജോലി സ്വന്തം ഗ്രാമത്തിലിരുന്ന് ചെയ്യുന്നതിനുള്ള അവസരവും ലഭിക്കുന്നു. ഒപ്പം 1064 ഹബ്ബുകൾക്കുള്ള സ്പേസ് കണ്ടെത്തുന്നതിലൂടെ നിരവധി പേർക്ക് തൊഴിലും സ്ഥിര വരുമാനവും ലഭിക്കുന്നു. 1300 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ സ്പേസ് സ്വന്തമായിട്ടുള്ള കെട്ടിട ഉടമകൾക്ക് മികച്ച വരുമാനം, അതായത് നിലവിൽ ലഭിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ 3 ഇരട്ടി വരുമാനം നിങ്ങളുടെ പ്രോപ്പർട്ടി ടാൽറോപ്പ് ഹബ്ബായി മാറുന്നതിലൂടെ ലഭിക്കും. കൂടുതൽ അറിയുന്നതിന് ബിൽഡിംഗ് ഓണേഴ്സിന് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ 8588998035 അല്ലെങ്കിൽ 9778945769. അമേരിക്കയിലെ സിലിക്കൺ വാലിയെ പോലെ ലോകത്തിന് വേണ്ട സൊല്യൂഷൻസ് നൽകുന്ന ഒരു ക്രിയേറ്റർ സ്റ്റേറ്റായി മാറാനൊരുങ്ങുകയാണ് നമ്മുടെ നമ്പർ 1 കേരളം. പുതിയൊരു സംരംഭക സംസ്കാരവും ആഗോള കണക്ഷനും നിലനിൽക്കുന്ന ഒരു നാടായി ലോകത്തൊന്നാമതായി എത്താനുള്ള യാത്ര. ആ യാത്രയ്ക്ക് സുഗമമായ വഴിയൊരുക്കുകയാണ് ടാൽറോപ്പിന്റെ 1064 ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകൾ.